എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ PSC ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഇനിയും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടുതലായിട്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ് ഐസക് പിറ്റ്മാൻ ആണ് ഷോർട്ട് ഹാൻഡിൻ്റെ ഉപജ്ഞാതാവ്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ത്. ഇന്ത്യയിലെ വൈനീസ് ആലപ്പുഴയാണ്. ഇന്ത്യയിലെ വൈനീസ് അഥവാ കിഴക്കിൻ്റെ വൈനീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. 1215 ജൂൺ 15 പ്രാധാന്യം. 1215 ജൂൺ 15 പ്രാധാന്യം മാഗ്ന കാർട്ട ഒപ്പുവെച്ചതാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച ദിവസമാണ് 1215 ജൂൺ 15. അതിൻ്റെ ഒപ്പം തന്നെ ഓർത്തു വയ്ക്കുക, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് എന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം, 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം. 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939 സെപ്റ്റംബർ 1. 1776 ജൂലൈ 4 പ്രാധാന്യം. 1776 ജൂലൈ 4 പ്രാധാന്യം. ജൂലൈ 4 എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഉത്തരം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതാണ്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസമാണ് 1776 ജൂലൈ 4. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിലോളജി എന്നത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി. ഇന്ത്യ എന്ന പേര് വന്നത് കാരണമായത് ഏത് നദിയാണ്? സിന്ധു നദി കാരണമാണ് ഇന്ത്യ എന്ന പേര് വന്നിട്ടുള്ളത്. ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് A.O. ഹ്യൂം. CBIയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. രാമാനുജം ഏത് വിഷയത്തിൽ പ്രസിദ്ധനാണ്? ഗണിത വിഷയത്തിലാണ് രാമാനുജൻ പ്രസിദ്ധനായിട്ടുള്ളത്. 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ്. 7 കുന്നുകളുടെ നഗരം റോം. കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന അണു മൈക്രോബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠരോഗം ഉണ്ടാക്കുന്നത്. കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ് കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ. അടുത്ത ചോദ്യം, നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലം. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിട്ടുള്ള അമ്ലമാണ് സിട്രിക് അമ്ലം. അടുത്തത്, തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെറ്റിനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് ക്രെറ്റിനിസം. വലിയവരിൽ ഉണ്ടാകുന്നത് മിക്സഡീമ. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെറ്റിനിസം ആണെന്ന് ഓർത്തു വയ്ക്കാം. ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. ഫാക്ടം ഫോസിൻ്റെ രാസനാമം അമോണിയം കാർബണേറ്റ്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്പിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം BP അളക്കുന്നത് സ്പിഗ്മോമാനോമീറ്ററാണ്. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. ന്യൂമിസ്റ്റാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്റ്റാറ്റിക്സ്. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്കയിലാണ് മുഹമ്മദ് നബി ജനിച്ചത്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യത്തെ ഭാരതീയൻ. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയനാണ് രവീന്ദ്രനാഥ് ടാഗോർ. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട്. ആദ്യത്തെ ക്രിക്കറ്റ് ലോകകപ്പ് നടന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. പിറവി എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ഷാജി എൻ കരുൺ. ഗളിവറുടെ സഞ്ചാര കഥകൾ രചിച്ചത് ജോനാഥൻ സ്വിഫ്റ്റ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത്
എന്നറിയപ്പെട്ടത് ഫ്ലോറസ് നൈറ്റിംഗൽ. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത് ഫ്ലോറസ് നൈറ്റിംഗൽ. സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീര ചക്രം. ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ് പരമവീര ചക്രം. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിതമായത് എന്നാണ്? 1959 എവിടെയാണ്? ന്യൂഡൽഹിയിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. ശാസ്ത്രമില്ലാത്ത മതം കുരുടനും. ആരുടേതാണ് ഈ വാക്കുകൾ? ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? പരിസ്ഥിതി സംരക്ഷണമാണ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? പരിസ്ഥിതി സംരക്ഷണം. ഇന്ത്യൻ യൂണിയൻ്റെ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ബഡ്ജറ്റിൻ്റെ പിതാവ്, ഇന്ത്യൻ യൂണിയൻ്റെ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യയിൽ ഏതു മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്? കാർഷിക കടമാണ്. കാർഷിക കടമെടുക്കലിൻ്റെ മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്. മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യൂഗോസ്ലാവിയയിലെ മാസിഡോണിയയിലാണ് മദർ തെരേസ ജനിച്ചത്. അടുത്ത ചോദ്യം, മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെട്ട റഷ്യൻ നേതാവ് ആൻഡ്രെയിൽ ഗ്രോമെയ്ക്കോ. കൂടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. കൂടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. വിമോചന സമരകാലത്ത് ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരകാലത്ത് ജീവശിഖ ജാഥ നയിച്ചത്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ചാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? കാക്കിനാഡ സമ്മേളനത്തിലാണ്. കാക്കിനാഡ സമ്മേളനത്തിൽ വെച്ചിട്ട്, കോൺഗ്രസിൻ്റെ കാക്കിനാഡ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് TK മാധവനാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക, TK മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം പാസാക്കി. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ്. ആദ്യത്തെ വേദം ഋഗ്വേദം. ജൈനമത സ്ഥാപകൻ മഹാവീരൻ. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലീപുത്രം. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലീപുത്രം. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1926 ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഇന്ത്യൻ യൂണിയൻ്റെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോർ വാട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോർ വാട്ട്. കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനാർ. ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമാർ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പനാജി. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADBയുടെ ആസ്ഥാനം മനില. ഗോൽ ഗുംബാസ് എവിടെയാണ്? ബീജാപ്പൂർ. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ബോംബെയിലുമാണ്. ഓറോവില്ലി എവിടെയാണ്? പുതുച്ചേരി. ഓറോവില്ലി പുതുച്ചേരി. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി എവിടെയാണ്? ഖടക് വാസ്ല. നാഷണൽ ഡിഫൻസ് അക്കാഡമി ഖടക് വാസ്ല. ജാലിയൻ വാലാബാഗ് നടന്നത് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. UN പതാകയിലെ ചിത്രം ഒലിവു ശിഖരങ്ങൾക്കിടയിലെ ലോക ഭൂപടമാണ്. ഒലിവു ശിഖരങ്ങൾക്കിടയിലെ ലോക ഭൂപടം.
കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായർ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായർ. വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. വേളാങ്കണ്ണി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനത്താണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? കർണാടകം. മൂകാംബിക ക്ഷേത്രം കർണാടകത്തിലാണ്. ഏതെല്ലാം ഭാഷകൾ ചേർന്നാണ് മണിപ്രവാളം ഉണ്ടായിട്ടുള്ളത്? മലയാളവും സംസ്കൃതവും ചേർന്നിട്ടാണ്. മലയാളത്തിൻ്റെ ആദ്യത്തെ ഒരു രൂപമാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും കൂടിച്ചേർന്ന ഭാഷയാണ് മണിപ്രവാളം. ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം സംബന്ധിച്ചതാണ് ബച്ചാവത്ത് റിപ്പോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ നിശബ്ദ സിനിമ രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? കൊൽക്കത്ത. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂർ. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂർ. വിജയവാഡ ഏതു നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്താണ്. ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? നർമ്മദ. ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. സൂറത്ത് ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്താണ്. ഏത് നദിയുടെ തീരത്താണ്? ആഗ്ര യമുന നദിയുടെ തീരത്താണ്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളാണ്. വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്ത്, ജബൽപൂർ നർമ്മദ നദിയുടെ തീരത്ത്, ഗുവാഹത്തി നമുക്കറിയാം ഗുവാഹത്തി ആസാമിലാണ്, ബ്രഹ്മപുത്രയുടെ തീരത്ത്, സൂറത്ത് താപ്തി നദിയുടെ തീരത്താണ്. സൂറത്ത് ഗുജറാത്തിലാണ് നമുക്കറിയാം. അപ്പോൾ തന്നെ താപ്തി നദിയുടെ തീരത്താണ്. ദെൻ ആഗ്ര യമുന നദിയുടെ തീരത്താണ്. നമുക്കറിയാം അല്ലേ, യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ, ആഗ്രയിലാണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം? ഈജിപ്ത്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡൻ്റാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത്. വർക്കല ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല. സോനൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം? മോഹൻജദാരോ ആണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം. സലീം അലി ഏത് നിലയിൽ പ്രസിദ്ധനാണ്? പക്ഷിശാസ്ത്രജ്ഞനാണ് സലീം അലി. ലേക്ക് പാലസ് എവിടെയാണ്? ഉദയ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാണപ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചത് ആരാണ്? പരശുരാമനാണ്. ആൽഗകൾ എവിടെ കാണപ്പെടുന്നു? ജലം. നെഹ്റുവിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത്? ഗുൽസാരിലാൽ നന്ദ. മാരുതി ഉദ്യോഗ് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? സുസുക്കി. ഇപ്പോൾ 100 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. PSC പരീക്ഷകളിൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. 100ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീണ്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.